നമസ്കാരം. ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിനെ ചൊല്ലി രാജ്യത്ത് ചർച്ചകൾ കൊഴുക്കുന്നു. ഇന്ത്യ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുൻപേ തന്നെ, പ്രധാനമന്ത്രി ജനങ്ങളോട് പറയുന്നതിന് മുൻപേ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാർ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിപണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നുകൊടുക്കുന്ന വിപുലമായ കരാറാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ, ആപ്പിൾ ഫോണുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ ഇറക്കുമതി നികുതി ഇന്ത്യ വൻതോതിൽ കുറച്ചിരിക്കുകയാണ്. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ആശങ്കയുമുണ്ട്. അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങളും കാർഷിക വിളകളും ഇന്ത്യൻ വിപണി കീഴടക്കുന്നതോടെ രാജ്യത്തെ സാധാരണ കർഷകർ പ്രതിസന്ധിയിലാകുമോ എന്ന ഭീതിയും ഉയരുന്നു. മെഡിക്കൽ മേഖലയിലെ ഇളവുകൾ മരുന്നുകളുടെയും ചികിത്സാ ഉപകരണങ്ങളുടെയും വില വർദ്ധിക്കാൻ കാരണമായേക്കാം. ഇത്രയും വലിയൊരു കരാർ ഒപ്പിടുമ്പോൾ എന്തുകൊണ്ട് പാർലമെന്റിലോ പൊതുസമൂഹത്തിലോ ചർച്ച ചെയ്തില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ പ്രസക്തമാകുന്നത്. ട്രംപിന്റെ അമേരിക്ക ഫെസ്റ്റ് എന്ന നയത്തിന് ഇന്ത്യ പൂർണ്ണമായും വഴങ്ങുകയാണോ എന്ന സംശയവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ആധിപത്യം ലഭിക്കുന്നത് സാധാരണക്കാരെ ബാധിച്ചിട്ടുണ്ട്. ഇ-കൊമേഴ്സ് മേഖലയിലും ഡാറ്റ സ്റ്റോറേജ് നിയമങ്ങളിലും അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി ട്രംപിനെ പ്രീതിപ്പെടുത്താനാണോ ഇത്തരമൊരു കരാറിലേക്ക് സർക്കാർ തിടുക്കപ്പെട്ട് നീങ്ങുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കരാറിലെ നിബന്ധനകൾ പുറത്തുവിടാത്തതിലെ ദുരൂഹതയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ജനശബ്ദം സബ്സ്ക്രൈബ് ചെയ്യുക.